കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി സുമിത്രയെ പഞ്ഞിക്കിടുകയാണ്. കൺമണിയോട് മുട്ടാൻ ചെന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് സുമിത്രയ്ക്ക് ഏതാണ്ട് ഇതോടുകൂടി മനസ്സിലായിരിക്കണം. ഇനി അവരത്ര പെട്ടെന്നൊന്നും കൺമണിയോട് മുട്ടാൻ ചെല്ലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുമാത്രമല്ല, കൺമണിക്കിപ്പോൾ കൂട്ടായിട്ട് വാസുകി ഉൾപ്പെടെ പലരും ഉണ്ടല്ലോ. കൺമണിയുടെ ശത്രുക്കളെ അവരും വെറുതെ വിടില്ല. വാസുകിയൊക്കെ വരുണിനെയും മാനസിയും തല്ലിച്ചതച്ച കാര്യമൊന്നും കൺമണി അറിഞ്ഞിട്ടില്ല കേട്ടോ. കൃഷികൃപയുമായിട്ട് കൺമണിയെ കണ്ടതും അവർ തമ്മിൽ അടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അയാൾക്ക് കുറച്ച് മനസ്സിന് ആശ്വാസമാകുന്നുണ്ട്. പിന്നീട് രാവിലെ ഭാഗ്യശ്രീ ദേവിജിയെ വിളിച്ച് കൺമണിക്ക് ജാമ്യം കോടതിയിൽ നിന്നും എടുത്ത കാര്യം പറയുന്നുണ്ട്. പിന്നീട് കൃഷ് ഓഫീസിൽ വരികയാണ് കേട്ടോ. കൺമണിക്ക് എങ്ങനെ പുറത്തിറക്കും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് കൃഷ്. കൺമണിയാണെങ്കിലും ജാമ്യം കിട്ടിയതിന് ശേഷം കൃഷ് സാറിനെ കാണാൻ കഴിയണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. കൃഷ് ഓഫീസിലെത്താണ്. മഹിയും ദേവിജിയും അവിടെ കാത്തു നിൽപ്പുണ്ട്. നീ എന്താടാ ഇവിടെ നിൽക്കുന്നേ? ദേവി സാറും ഉണ്ടല്ലോ, ആരെയോ കാത്തു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങൾ നിന്നെ കാത്താടാൻ നിന്നത്, നീ എന്താ ഇത്രയും താമസിച്ചത്? ഒരു സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ മഹി പറയുമ്പോൾ, എന്താടാ സന്തോഷ വാർത്ത? അലികയ്ക്ക് എന്തെങ്കിലും പുതിയ ഓർഡർ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എടാ കൺമണിക്ക് ജാമ്യം കിട്ടി, അവൾ ഉടനെ പുറത്തിറങ്ങുമെന്ന് പറയുന്നുണ്ട് മഹി. ഇത് കേട്ടതും എൻ്റെ കൺമണിക്ക് ജാമ്യം കിട്ടിയോ എന്ന് കൃഷി ചോദിക്കുകയാണ്. കൃഷി ഒരു കാര്യം കേട്ടാൽ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, നമ്മുടെ കമ്പനി വക്കീലല്ല കൺമണിക്ക് ജാമ്യം എടുത്തതെന്ന് പറയുകയാണ് കേട്ടോ ദേവിജി. എന്താ സാർ, പിന്നെ ആരാ കൺമണിയെ പുറത്തിറക്കിയത് എന്ന് കൃഷി ചോദിക്കുമ്പോൾ, ഭാഗ്യശ്രീ, ബലരാമൻ്റെ പെങ്ങൾ എന്ന് ദേവിജി പറയുന്നതും ഇത് കേട്ട് ഞെട്ടിത്തെരിക്കുകയാണ് കേട്ടോ കൃഷി. കൺമണിക്ക് ജാമ്യം കിട്ടി എന്ന കാര്യം കൃഷി ഗോകുലിനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് ഗോകുലിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഗോകുൽ പറഞ്ഞത് കേൾക്കുമ്പോൾ ശ്രീനി സന്തോഷത്തോടെ നെഞ്ചിൽ കൈവയ്ക്കുകയാണ്. അമ്മായിമാർക്കും സന്തോഷമാവുന്നുണ്ട്. കൺമണിയെ അങ്ങനെ ഭാഗ്യശ്രീ പുറത്തിറക്കുമ്പോൾ കൺമണിയുടെ കൃഷി സർ വരുമായിരിക്കുമല്ലേ, കൺമണിയെ കൊണ്ടുപോകാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഭാഗ്യശ്രീ. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ചിരിക്കുകയാണ് കൺമണി. അതിനു മുൻപ് സ്നേഹത്തോടെ ഭാഗ്യശ്രീ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ കൺമണി. അതുകൊണ്ടാണ് പോകുമ്പോൾ ഞാൻ കൺമണിയെ കൂടെ കൂട്ടാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചങ്ങ് പോകാമായിരുന്നു എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ, വരും ഭാഗ്യശ്രീ, എൻ്റെ കൃഷി സർ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തീർച്ചയായിട്ടും വരും, അതുകൊണ്ട് ഭാഗ്യശ്രീ പോയിക്കോളൂ എന്ന് പറയാണ് കൺമണി. അങ്ങനെ ഭാഗ്യശ്രീ പോയി കഴിഞ്ഞപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന അവളുടെ എല്ലാമായ കൃഷി സർ വരികയാണ്. കൺമണിയെ കണ്ട പാടെ കൃഷി കൺമണിയെന്ന് വിളിക്കുകയാണ് കേട്ടോ സന്തോഷത്തോടെ. കൺമണിയും കൃഷിനെ കൃഷി സർ എന്ന് വിളിച്ച് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള വരാൻ പോകുന്ന എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.